അവരെ തിരിച്ചറിയണം, അവരെ ചേർത്ത് പിടിക്കണം എന്നാണ്. ഓരോ മനുഷ്യനും അത് ആഗ്രഹിക്കുന്നുണ്ട്. ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റൊരു പെൺകുട്ടി തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അവളുടെ കല്യാണം കഴിഞ്ഞതാ. അപ്പോൾ അവളൊരു ഡോക്ടർ പറഞ്ഞത് ഒരു കാര്യം മാത്രമാണ്, മോളെ നീ ഒരിക്കലും കണ്ണാടിയിൽ നോക്കരുത്. കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിന്റെ മുഴുവൻ കോൺഫിഡൻസും ആ സെക്കൻഡിൽ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഒരിക്കലും നീ കണ്ണാടിയിൽ നോക്കരുത്. അങ്ങനെ ഏതോ ഒരു സമയത്ത് അവളുടെ ഒരു ആഗ്രഹം, മനുഷ്യനാണല്ലോ, എൻ്റെ മുഖം എങ്ങനെയാണെന്ന് അറിയാനൊരു കൊതി. മൂടിയിട്ടിരുന്ന തുണിയങ്ങ് മാറ്റിയിട്ട് കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അവളിങ്ങനെ ഞെട്ടിത്തരിച്ച് നിന്നു പോവാണ്. രണ്ട് അഴയിലിങ്ങനെ ഉണക്കാനിട്ടിരിക്കുന്ന രണ്ട് തുണിക്കഷ്ണങ്ങൾ പോലെ വികൃതമായ തൻ്റെ മുഖത്ത് ആ രണ്ട് കുഴിയിൽ രണ്ട് കണ്ണ് മാത്രം നിൽപ്പുണ്ട്. ബാക്കിയൊക്കെ ആകെ വികൃതാണ്. അവളിങ്ങനെ അലറിക്കരയാൻ തുടങ്ങി. അപ്പോഴാണ് പിന്നിലൊരു കൈ വന്ന് അവളിങ്ങനെ സ്പർശിക്കുന്നത്. നീ കരയണ്ട, നിനക്ക് ആരുണ്ട്, ഐ ആം ദേർ ഫോർ യു, നിനക്ക് ഞാനുണ്ട്, സ്റ്റിൽ ഐ ലവ് യു, ഞാൻ നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നു ഇപ്പോഴും. ഇതാരാ പറഞ്ഞത്? എൻ്റെ പ്രിയപ്പെട്ടവനാണ്. ചില വാക്കുകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് പറയണം എന്നുള്ളതാണ്.